ഹായ് ഗൈസ്, നല്ലൊരു പോപ്കോൺ ഉണ്ടാക്കിയാൽ ഒരു 3 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. നമ്മൾ മാളിലും സിനിമ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ വാങ്ങി കഴിക്കുന്ന ഈ സാധനം നമുക്ക് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഒന്ന് കണ്ടുപോയിക്കോളൂ. ഉണ്ടാക്കാൻ അറിയാത്തവർ ഉണ്ടാക്കി കഴിച്ചവർ ഒരു വിഷയമല്ല. അപ്പോൾ ആദ്യം എണ്ണ ചൂടാക്കാൻ വെക്കുക കുറച്ചൊരു ചട്ടിയിൽ. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണേ. മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കൂടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഉപ്പ് കുറച്ച് പാകത്തിന് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഈ ചോളവനേക്ക് ഇട്ട് കൊടുക്കുക. പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതിനുശേഷം ചൂടായി കഴിഞ്ഞാൽ അതിങ്ങനെ പൊരിഞ്ഞ് പൊട്ടി വരാൻ തുടങ്ങും. കൂടുതൽ പൊട്ടുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ഡക്കനെല്ലാം കയ്യിൽ കരുതി വെക്കുക. ഇങ്ങനെയല്ല ചട്ടിയിൽ ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ, അല്ല കുക്കറിലാണെങ്കിൽ കുക്കറിൻ്റെ അടപ്പ് അടുത്ത് തന്നെ വെക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, വയറ് നിറയെ കഴിക്കുകയും ചെയ്യാം. കടയിലെല്ലാം പോയി മാളിലെല്ലാം പോയി വാങ്ങി കഴിച്ചാൽ അത് തീരുന്നത് അറിയില്ല. നമ്മളെ പൂതി തീരുമ്പോൾ അതിനത് സാധനം തീർന്നിട്ടുണ്ടാവും. ഒരുപാട് വിലയും കൊടുക്കേണ്ടി വരും, കാശും കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ അതൊന്നും വേണ്ട. പൂതി തീരുന്നവരെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സാധനമാണ് വളരെ എളുപ്പത്തിൽ. അപ്പോൾ അതെല്ലാം ഒന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഇതേമാതിരി ആയി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് കൊടുക്കുക. പിന്നെ തീ കൂടുതൽ വെക്കരുത്. പിന്നെ അധികം തീ ആയി കഴിഞ്ഞാൽ അടി കരിഞ്ഞു പോകും. അപ്പോൾ തീ വളരെ സ്ലോ ആയി കൊടുക്കുക. ഒരു മിനിറ്റ് 2 മിനിറ്റ് കഴിയുന്നതോടെ സാധനം എല്ലാം റെഡി ആയി ഉണ്ടാവും കേട്ടോ. ചട്ടി ഫുള്ളായി. അപ്പോൾ ഇത്രേ പണിയുള്ളൂ ഇതിന്. ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കുകൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തോളൂ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണിത്. കൊതി തീരുന്നവരെ കഴിക്കാൻ പറ്റുന്നൊരു സാധനം. ഇതിനൊന്നും മാളിലും അവിടെയും ഇവിടെയും പോയി വാങ്ങണമെന്നില്ല. ഫ്രഷായിട്ട് നമുക്ക് തന്നെ സാധനം ഉണ്ടാക്കിയിട്ട് ഇഷ്ടം പോലെ കഴിക്കാം.